ഹലോ ഡിയേഴ്സ്, കുറേ ദിവസങ്ങളായല്ലേ കണ്ടിട്ട്. ഞാൻ ഹൗസ് വാമിങ്ങൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയ കിച്ചണിൽ പുതിയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയാണ് വെക്കുന്നത്. എൻ്റെ കിച്ചണൊന്നും ഓർഗനൈസ് ആയിട്ടില്ല കേട്ടോ. ഞാൻ ഓർഗനൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എല്ലാം ഒരു ഡിസോർഡറായിട്ട് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിലേയും പോരായ്മകളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീട് മാറുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയാണ് കേട്ടോ. അതായത് എല്ലാ സംഭവങ്ങളും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വരണമല്ലോ. എന്നാൽ തന്നെയാണ് നമുക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവുള്ളൂ എവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും ഓർഗനൈസ് ചെയ്താൽ മാത്രം പോരാ, അത് കുറച്ച് യൂസായി വരുമ്പോഴേക്കുമാണ് നമുക്ക് എന്താ പറയുക, എല്ലാം എവിടെയാണെന്നുള്ള കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിസോർഡറായി കിടക്കുന്നത് കൊണ്ടും പിന്നെ ഓർഗനൈസ് ചെയ്തിട്ട് ഓർമ്മയില്ലാത്തൊരു പ്രശ്നവും വരുന്നുണ്ട് കേട്ടോ. ഓർമ്മയോടുകൂടിയൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നോക്കുമ്പോൾ കാണാത്തത്. അങ്ങനെ എപ്പോഴും എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കിച്ചണാണ് ഞാൻ ഫസ്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതും ഫുള്ളായിട്ട് ഓർഗനൈസ് ആയിട്ടില്ല, ചെയ്തു വരുന്നതേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സത്യത്തിൽ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, എനിക്കിതിനൊന്നും ടൈം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ലാസ്റ്റത്തെ ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ ഒരു ഓട്ടത്തിലായിരുന്നു. പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി വരുന്നത്. ഫ്രീ ആയി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വീട് ഫുള്ളായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് മൈൻഡൊന്ന് ഫ്രീ ആവുള്ളൂ. എന്നാലും വീഡിയോസ് ഡിലേ വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഇടിയപ്പവും കടലക്കറി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ കടല വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ അത് കുക്കറിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ സാധാരണ കടലക്കറി വെക്കുന്ന സമയത്ത് കടല കുതിർത്തത് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ ചേർത്ത് കൊടുക്കും. പിന്നെ സവാള സ്ലൈസ് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും തക്കാളിയും പച്ചമുളകും ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കട്ടൻ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ കിച്ചൺ ഓർഗനൈസിങ് കുറച്ചും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ മെയിനായിട്ടുള്ള കുക്കിംഗ് ടൈമിലാണ് കേട്ടോ കൂടുതലും കിച്ചൺ ഓർഗനൈസിങ് നടത്താറുള്ളത്. കുറച്ച് ഡിലേ വരും കുക്കിങ്ങിൽ, പക്ഷേ എന്നാലേ നമുക്ക് സമയം കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കുക്കിങ്ങും വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതിനിടയിൽ കൂടെയാണ് ഈ ഒരു ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ബോട്ടിൽസൊക്കെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഓരോ പൊടികളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അങ്ങനെയുള്ള പൊടികളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസമായെങ്കിലും ഞാനിതെല്ലാം ഇങ്ങനെ പാക്കറ്റിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യാണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതൊന്നും ബോട്ടിലൊന്നും ഇപ്പോൾ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചതായിരുന്നു. ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ബോട്ടിൽസാണ് കേട്ടോ കുറേ. അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ ഞാൻ മേടിച്ച് വെച്ചിരുന്നെങ്കിലും ഇത് കഴുകി ഉണക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞ ശേഷമാണ് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഉണക്കി എടുത്തത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതുപോലത്തെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അല്ലെങ്കിൽ കിച്ചൺ ആക്സസറീസൊക്കെ കൂടുതലും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതാണ് കുറച്ച് ലാഭം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ശരിക്കും ഓൺലൈനായിട്ട് ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വില വ്യത്യാസം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഷോപ്പിൽ നിന്ന് ഒന്നും മേടിക്കാൻ തോന്നില്ല കേട്ടോ.
അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലെ മാക്സിമം സാധനങ്ങളും എന്താ പറയുക ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. ഈവൻ ഡെക്കോർ ഐറ്റംസ് ആണെങ്കിൽ പോലും എനിക്ക് ഷോപ്പിൽ ചെല്ലുമ്പോഴേക്കും എന്താ പറയുക വില കണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെയിം പ്രോഡക്റ്റിന് കുറേ കൂടി വില വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അത്ര ക്വാളിറ്റി കുറവൊന്നുമില്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പം ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടല്ലോ. ഇപ്പം ചില ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് വന്ന ബോട്ടിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തിട്ട് വേറെ ബോട്ടിൽ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെയും പ്രശ്നങ്ങൾ ഓൺലൈനിൽ വരാറുണ്ട്. എന്നാലും നമുക്കത് റിട്ടേൺ ചെയ്യാനും റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് അത്ര ദോഷമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കമ്പാരിറ്റീവ്ലി നമ്മുടെ ഷോപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓൺലൈൻ തന്നെയാണ് കുറച്ചും കൂടി ലാഭമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഓരോ ബോട്ടിലായിട്ട്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിലുകളൊക്കെ ഫില്ല് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ അതിപ്പം ഒരു പുതിയ കിച്ചണൊക്കെ ആയപ്പോഴാണ് ആ ആഗ്രഹമൊക്കെ സാധിച്ചത്. അപ്പോൾ എല്ലാം ഞാൻ അതുകൊണ്ട് തന്നെ ഓൺലൈൻ നോക്കി മേടിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ. ബോട്ടിൽസൊക്കെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിലും പ്ലാനിങ് ഒന്നും നടക്കാറില്ല സാധാരണയായിട്ട്. പക്ഷേ ഇനിയെങ്കിലും പ്രീ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നടത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പം വീഡിയോ എടുക്കുന്നതാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, തിരക്കിനിടയിൽ അതൊക്കെ അങ്ങ് വിട്ടു പോകുന്നൊരവസ്ഥ വരും. ഇപ്പം കുട്ടികളുടെ കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ വിചാരിക്കും വേണ്ടാന്ന്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൈം ഉണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ എന്നാലും വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ചെയ്യുന്നതല്ലേ, എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ വാർഡ്രോബ് ഒന്നും സെറ്റായിട്ടില്ല കേട്ടോ. വാർഡ്രോബൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം അനുസരിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഉലുവയാണ്. ഉലുവയും കടുകും ഇതുപോലെ തന്നെ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു മസാല ബോക്സ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അത് ഞാനിതുവരെ ഈ പറഞ്ഞ പോലെ കഴുകി ഉണക്കിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്ന ടൈമിൽ ഞാനതൊരു വീഡിയോ ഇടാം കേട്ടോ. അത് നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഗ്ലാസ് ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും എടുക്കാനും വെക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനൊരു മസാല ബോക്സിൽ നമ്മൾ കുറേ ഐറ്റംസ് കുറേശ്ശെയായിട്ട് വെക്കുമ്പോഴേക്കും നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും. എല്ലാം ഇങ്ങനെ തപ്പി നടക്കണ്ട. ആ ഒറ്റൊരു ബോക്സ് എടുത്ത് വെച്ചാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും അതിൽ തന്നെ ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇനി യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഇന്നത് ഇന്നടത്താണെന്ന് നമുക്കൊരു ഓർമ്മ വരണം. അത് ശരിക്കും ഓർമ്മ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. കുറച്ചധികം ദിവസം യൂസ് ചെയ്ത് വരുമ്പോഴേക്കാണ് നമുക്കതിൻ്റെ ഇന്ന സാധനം ഇന്നടത്തുണ്ട് എന്ന് ഓർമ്മ വരുള്ളൂ. ഇപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പോൾ 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പതുക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോഴേക്കും അതൊന്ന് സെറ്റാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് ഐശ്വര്യമായിട്ട് ഉണ്ടാക്കിയത് പുട്ടായിരുന്നു കേട്ടോ. കിച്ചണിൽ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സെക്കൻഡ് അല്ല, തേർഡാണ് കേട്ടോ. സെക്കൻഡ് ബ്രേക്ക്ഫാസ്റ്റും പുട്ടും തന്നെയായിരുന്നു. പുട്ടും പിന്നെ വെജിറ്റബിൾ സ്റ്റ്യൂ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതിപ്പോൾ തേർഡ് ഡേ ആണ് കേട്ടോ, തേർഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതും ഇടിയപ്പമാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്, ഇടിയപ്പം കടലക്കറി. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ തപ്പൽ കാരണം കുറച്ച് ടൈം അധികം പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കലും അതിൻ്റെ ഇടയിൽ കൂടെ സാധനങ്ങൾ തപ്പലും എല്ലാം കൂടി ഒരു ബഹളം തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ വരുന്നുണ്ട്.
സംഭവങ്ങൾ റെഡിയാകാൻ, അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു ടൈം അങ്ങ് എത്തുന്നില്ല. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിലേക്ക് എത്തുന്നില്ല. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഓക്കെയാണ്, കുട്ടികൾക്കൊക്കെ പതുക്കെ മതിയല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ വെക്കേഷൻ ആ ഒരു ടൈം ഒരു 2 മന്തിനുള്ളിൽ ഫുൾ സെറ്റാക്കി എടുത്തില്ല, നമുക്ക് ഓർഗനൈസ് ചെയ്ത് കറക്റ്റാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. സ്കൂളങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതാണ് എനിക്കൊരു ടെൻഷൻ. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ മൊത്തത്തിലൊന്ന് സെറ്റായാൽ മതി, കിച്ചണൊക്കെ ഒന്ന് സെറ്റായി, അതുപോലെ വാർഡ്രോബൊക്കെ ഒന്ന് സെറ്റായി വന്നാലാണ് ഒരു സമാധാനം ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞാനുണ്ടാക്കുന്ന ഈ ഇടിയപ്പം കണ്ടിട്ട് പലരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഇത്ര തിക്കായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന്. കാരണം ഒന്നുമില്ല, ഇതിൻ്റെ അച്ച് വെച്ചത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. നേരിയ അച്ചുണ്ടല്ലോ, അത് ഞാനെടുത്ത് എവിടെയോ വെച്ചിട്ടുണ്ട്, പക്ഷേ നോക്കിയിട്ട് കാണുന്നില്ല. കുറേ ഓർമ്മയോടുകൂടി തന്നെയൊക്കെ വെച്ചതാണ് കേട്ടോ, പക്ഷേ കുറേ തപ്പി ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് കട്ടി ഉണ്ടായിരുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ള നൂലായിരുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇടിയപ്പം ഇങ്ങനെ ഇച്ചിരി കട്ടിയിലൊക്കെ വരില്ലേ, ആ ഒരു രീതിയിലായിരുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇഡ്ഡലി കുക്കർ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കിയായിരുന്നു കേട്ടോ. അതിൽ പ്രസ്റ്റീജിൻ്റെ ഉണ്ട്, അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ലുലുവിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ബ്രാൻഡെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വിനോദ്, അങ്ങനെ എന്തോ ഒരു ബ്രാൻഡായിരുന്നു. അത്യാവശ്യം അടിയിൽ നല്ല കട്ടിയുണ്ട്, നല്ല തിക്കായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ സ്റ്റീൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റ് എ ടൈം നമുക്ക് 20 ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം മേടിക്കാൻ കാര്യം. എൻ്റെ പഴയ കിച്ചണിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് പഴയതായതുകൊണ്ട് ഞാൻ പുതിയത് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്റ്റീല് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ മേടിക്കുമ്പോൾ, സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഓപ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തിക്നെസ് കുറവായി പോകും, ഒട്ടും കനമില്ലാത്ത സ്റ്റീലൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഇതുപോലെ കുക്കിങ്ങിന് യൂസ്ഫുൾ ആവില്ല, പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മുടെ കടലക്കറി തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കടല ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കലാണ്. തേങ്ങയുടെ കൂടെ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ റോസ്റ്റായി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു സ്റ്റീലിൻ്റെ പാൻ ഉണ്ടല്ലോ, അതും വിനോദ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ്. അത് ഞാൻ ലുലുവിൽ നിന്ന് ഓഫറിൽ മേടിച്ചതാണ് കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ വിനോദ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല ഈ ബ്രാൻഡിന്. ഇനി യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവുമോ എന്നറിയില്ല. എനിക്ക് ഈ ബ്രാൻഡിനെ കുറിച്ച് അത്ര എനിക്ക് ഫെമിലിയർ അല്ല. എന്നാൽ പോലും ഈ സംഭവം മേടിച്ചിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്, നല്ലതായിട്ട് തോന്നി. സത്യം പറയാലോ, ഈ ഒരു കടലക്കറി തയ്യാറാക്കുന്ന സമയത്തുണ്ടല്ലോ ശരിക്കും എൻ്റെ ടൈം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിരക്ക് പിടിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. കടല കറിയാക്കിയതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ശരിക്കും ഇത് റോസ്റ്റ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് പിന്നെ ഒരു പാനിൽ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ കടുകും കറിവേപ്പിലയിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം കടല വേവിച്ച് ചേർത്തു. പിന്നെ ഈ അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ഇട്ടു തിളപ്പിച്ച് പറ്റിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ കടലക്കറി തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ ഓർഗനൈസ് ചെയ്യാൻ പോയി, ഈ പൊടികളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അതിനിടയിൽ അങ്ങനെ വേറെ പണിക്ക് പോയതുകൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എൻ്റെ മിസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ കിച്ചണിൽ പുതിയ വീഡിയോസായിട്ട് വരാം. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഉണ്ട്.
ഇനിയിപ്പം എന്താ പറയുക, എപ്പോഴും വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അധികം ഡിലേ ഒന്നുമില്ലാതെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ തന്നെ എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേക്കും എൻ്റെ മൈക്കൊന്നും കാണാനില്ല കേട്ടോ. എന്നാലും ഞാൻ ഫോണിൽ തന്നെ സൗണ്ട് കൊടുത്ത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളും ഈ വീഡിയോ ഒക്കെ ഉണ്ടാകും. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ കംപ്ലീറ്റ് ആവാത്ത ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. പകുതിയിൽ നിർത്തിയ വീഡിയോ ആണ്. എനിക്ക് പൊതുവേ ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതലുണ്ട്. അവസാനമാകുമ്പോൾ പിന്നെ മറ്റേ പറയില്ലേ, എന്താണ്, അന്ത്യമാവുന്നവരെ വെള്ളം കോരിയിട്ട് എന്താ പറയുക, അവസാനം കൊണ്ടേ കലോടക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് എൻ്റെ വീഡിയോസ്. അതായത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എൻഡിങ്ങിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന നേരമായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വെപ്രാളാവും. പിന്നെ എങ്ങനെയെങ്കിലും ആ വീഡിയോ എടുത്തൊന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകും. അങ്ങനെയാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും. കടലക്കറി ഉണ്ടാക്കുന്നത് പകുതിക്ക് ഞാൻ നിർത്തേണ്ട വന്നു. കാരണം അതിനിടയിൽ വേറെ പണികൾ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളവർ തയ്യാറായിട്ട് മേശപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് പിന്നെ എൻ്റെ അടുത്ത തിരക്ക് പിടിച്ച പണികളിലേക്ക് പോയി. അപ്പോൾ അതാണ് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.